അമ്മയിൽ ഇപ്പൊ റീസെന്റ് നടക്കുന്ന കുറെ കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇല്ല, ഇതൊരു സംഘടനയല്ലേ, സിനിമാക്കാരുടെ സംഘടന, സിനിമാ പ്രവർത്തകരുടെ കുറെ കലാകാരന്മാരുടെ കൂട്ടായ്മയുള്ള ഒരു സ്ഥലമാണ്. അമ്മയായിക്കോട്ടെ, നടീർ സംഘമായിക്കോട്ടെ, ഇങ്ങനെയുള്ള എന്തൊരു പ്രശ്നമായാലും കഴിയുന്നത്ര അത് പുറത്തേക്ക് എടുക്കാതെ അവരുടെ ഉള്ളിൽ തന്നെ അത് തീർക്കാൻ കഴിയുന്നതായിരിക്കണം. അതാണ് അതിൻ്റെ ഒരു മഹത്വം. കാരണം നമ്മൾ സിനിമാക്കാർക്ക് ഓൾറെഡി നമ്മളെ മറ്റുള്ളവർ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഇപ്പൊ ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ പുറത്തു പോകുമ്പോൾ ആദ്യം നമ്മളോട് എന്ത് ജോലി ചെയ്യുന്നു, അപ്പൊ ആദ്യം പറയുമ്പോ സിനിമയിലാ, നിനക്ക് വല്ല മാന്യമായിട്ടുള്ള വല്ല പണിക്കും പോയിക്കൂടെ എന്ന് ചോദിക്കും. അപ്പൊ തന്നെ നമ്മളൊരു മാന്യത കെട്ട അങ്ങനെ ആൾക്കാരായിട്ടാണ് നമ്മൾ പൊതുവേ നമ്മുടെ ജനങ്ങൾ. അതേസമയം നമ്മൾ രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവൻ സിനിമാക്കാരൻ, പിന്നെ നമ്മളെ കൂടെ നടക്കാൻ ആഗ്രഹം. അപ്പൊ നമ്മളെ കണ്ട് ഇവർ വരുമ്പോഴാണ് ഇവരുടെ ആ ഒരു ചിന്താഗതിയും മാറുന്നത്. ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഒരുത്തൻ രക്ഷപ്പെട്ട് വരുമ്പോഴുള്ള ഒരു ഇതാണ് നമ്മൾക്ക് അവർ തരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റാർട്ടപ്പിൽ ഇരിക്കുന്ന ആൾക്കാരെ എന്നും കുത്തി നോവിക്കാൻ വേണ്ടി മാത്രമേ പുറത്തുള്ള ആൾക്കാർ ഉണ്ടാവുള്ളൂ. കഴിയുന്നത്ര ഇങ്ങനത്തെ കാര്യങ്ങളിൽ പുറത്തേക്ക് കൊണ്ടുപോകാതെ അത് എല്ലാ ആർട്ടിസ്റ്റുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇതാരെയും കുറ്റപ്പെടുത്താനും ഇതല്ല കേട്ടോ. എനിക്ക് എന്റെ അനുഭവത്തിൽ ഇപ്പൊ നമുക്ക് സിനിമയ്ക്കുള്ളിൽ തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ. ഇത് പുറത്തേക്ക് കൊണ്ടുവന്ന് വലിയൊരു കോൺട്രവേഴ്സി ആക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ ഇഷ്യൂ പറഞ്ഞതിന്റെ ബേസിസിൽ ഒരു കാര്യം ഞാൻ ചോദിക്കുക. ഇപ്പൊ ഹരീഷ് എന്ന് പറയുന്നൊരു വ്യക്തിക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ഓക്കെ, ഒരു കോൺട്രവേഴ്സിയും പ്രശ്നങ്ങളും ആയി. അമ്മ അസോസിയേഷൻ അല്ലെങ്കിൽ നടികർ സംഘത്തിന്റെ അടുത്തേക്ക് ഈ ഒരു ഇഷ്യൂ എത്തുന്നു. അതെങ്ങനെയായിരിക്കും ടാക്കിൾ ചെയ്യുക? അല്ല, ഇപ്പോ അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്യപ്പെടേണ്ടത്? അതായത് ഇപ്പൊ എനിക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 100% ഇപ്പൊ എനിക്ക് അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല. കാരണം ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു കേരളത്തിൽ നിന്ന് എനിക്കൊരു പ്രശ്നം വരിക, ഇപ്പൊ ഒന്നുമില്ല, നമുക്ക് സാലറി ഇഷ്യോ, നമുക്ക് കിട്ടേണ്ട ശമ്പളം കൃത്യമായിട്ട് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് വരുന്നൊരു ഇൻഡസ്ട്രി ആണല്ലോ. കാരണം ആരെയും കുറ്റപ്പെടുത്താമെന്നല്ല, അപ്പോൾ പലതും സംഭവിക്കാം സിനിമയ്ക്കുള്ളിൽ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാനൊരു സംഘടന അവിടെ ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ മൊത്തം സൗത്ത് ഇന്ത്യൻ നടികർ സംഘമാണ്, സൗത്ത് ഇന്ത്യയിലാണ് അത് മൊത്തം വരുന്നത്. അതെ, അതിനിപ്പോ എനിക്ക് ഇവിടെ ഒരു പ്രശ്നം വന്നാൽ എനിക്ക് അവിടെ അറിയിക്കാനുള്ളൊരു സ്ഥലം അവിടെ ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ ഒരിക്കലും അതൊരു മീഡിയന്റെ മുന്നിൽ വന്നിട്ടോ എനിക്കൊരു പ്രശ്നമുണ്ട് എന്നും പറഞ്ഞ് ഞാനൊരു മീഡിയക്ക് മുന്നിൽ വന്നിട്ടല്ല ഞാൻ പറയുക. ഞാൻ തീർച്ചയായിട്ടും അതിന് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഞാൻ ചർച്ച ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം ആ തീരുമാനം അവരെടുക്കട്ടെ. അവിടേക്ക് വിളിച്ചു വരുത്താനുള്ള ഒരുപാട് വേദികളുണ്ടല്ലോ, അവിടെ അവർ സംസാരിക്കാൻ തയ്യാറായുള്ള നമ്മുടെ മുതിർന്ന നേതാക്കന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവിടുത്തെ ഒരു ടീം ഉണ്ടാവുമല്ലോ, സെക്രട്ടറി ആയിക്കോട്ടെ, പ്രസിഡന്റ്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. നമ്മൾക്ക് അതിലേക്ക് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ കയറി ഈ എന്താ പറയാ ഇൻട്രസ്റ്റ് അലമ്പാക്കരുത്. അത്ര തന്നെ. അത് എല്ലാരും അതിനുള്ളിൽ ഇപ്പൊ നമ്മൾ കാണുന്നല്ലേ, വാർത്തകളിൽ കാണുമ്പോൾ ഓരോന്ന് കാണുമ്പോഴും എന്തിന് അതിന്റെ ആവശ്യമില്ലാത്തൊരു സ്ഥാനത്തിലേക്ക് പോകുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഇഷ്യൂലാണെങ്കിലും ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നത് സോഷ്യൽ മീഡിയ ഉണ്ടായത് കൊണ്ടാണെന്നുള്ളൊരു പറഞ്ഞു വെപ്പുണ്ട്. ഈ ഒരു സംഘടനയിൽ ഇഷ്യൂ വന്നപ്പോഴും സോഷ്യൽ മീഡിയയിൽ അവരുടെ ഒരു നീക്കുപോക്ക് അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകൾ അതെങ്ങനെ നോക്കുക? പക്ഷെ ഇതിലൊന്നും തീരുമാനം സോഷ്യൽ മീഡിയ അല്ലല്ലോ. അവസാനത്തെ ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, അതൊന്നും സോഷ്യൽ മീഡിയ അല്ലല്ലോ തീരുമാനിക്കുന്നത്. അതല്ല, ഇഷ്യൂ അറിയുന്നുണ്ടല്ലോ. ഇഷ്യൂ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയ ആണോ അറിയിക്കുന്നത്? അല്ല, ഇവർ സോഷ്യൽ മീഡിയക്ക് മുന്നിൽ വന്ന് നിങ്ങൾക്ക് തരുന്ന കണ്ടന്റ് കൊണ്ടല്ലേ അറിയുന്നത്. ഇതെന്തിനാണ്? ഇപ്പൊ നമ്മൾക്ക് ഇവിടെ ഒരുപാട് ചാനൽസ് ഉണ്ട് മൊബൈൽ പിടിച്ചു വരുന്നത്, നിങ്ങൾക്കറിയാം. പലരും എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും മീഡിയാസ് ആണ്. അപ്പൊ നമ്മൾക്ക് ആർക്കും ഒരു പ്രൈവസി ഇല്ല, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ലെവലിലേക്കാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്തില്ല, എല്ലാവരും ജീവിതമാർഗമാണത്. അപ്പൊ ഇതിലെ നെഗറ്റീവ്സിനെ മാത്രം എന്തിനെടുത്ത് അത് നമ്മളെ റീച്ചിന് വേണ്ടിയിട്ടാണ് ഈ നെഗറ്റീവ്സിനെ കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു നെഗറ്റീവ് അല്ല. എല്ലാ ഇൻഡസ്ട്രിയിലും പ്രശ്നങ്ങളുണ്ട്. ഏത് ഇൻഡസ്ട്രിയിലാണ് പ്രശ്നമില്ലാത്തത്? എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ പറയുന്ന ഈ മീഡിയാസിനുള്ളിൽ പ്രശ്നങ്ങളില്ലേ? തീർച്ചയായിട്ടും. അത് ആരാ പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങണോ അതിന് വേണ്ടിയിട്ട്? ഇല്ല. അപ്പൊ നമ്മളിൽ മാത്രം ഈ ആർട്ടിസ്റ്റ് സിനിമയ്ക്കുള്ളിൽ മാത്രം ഈ ഏത് ഇൻഡസ്ട്രി എടുത്തോളൂ, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളിൽ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെ സോഷ്യൽ മീഡിയ ഇട്ടിട്ട് വഷളാക്കാതിരിക്കുക, അതിനൊരു താറടിച്ച് ഇല്ലാതാക്കി കൊണ്ടുപോകുന്ന എല്ലാവരും അല്ല പറയുന്നത്. വളരെ ചുരുങ്ങിയ ചില ആൾക്കാർ അതിനെ വെച്ചിട്ട് കണ്ടില്ലേ, പലരും പല വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ എത്ര ബോറായിട്ടാണ് ഒരു നടി വരുമ്പോൾ തന്നെ അവരുടെ ഏത് രീതിയിലാണ് എടുക്കുന്നത്. അപ്പൊ അവരുടെ ഒരു പ്രൈവസി ഒക്കെ നഷ്ടപ്പെടുന്നു. അതൊക്കെ വളരെ മോശമായ രീതിയാണെന്ന് ഞാൻ പറയുള്ളൂ. അതിനിപ്പോ അതിന്റെ പേരിൽ ഇന്നെ അങ്ങ് ഇതാക്കിയാലും കുഴപ്പമൊന്നുമില്ല പറ.